അതായത് ഞങ്ങൾ തമ്മിൽ പൊരുത്തത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിൽ മധ്യമരഞ്ജു എന്ന് പറയുന്ന ഒരു ദോഷമുള്ള നക്ഷത്രങ്ങളാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മാറ്റി വെച്ചുകൊണ്ടല്ല, ജ്യോതിഷ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഈ ജ്യോതിഷത്തിൽ ഒരു കാര്യം, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇത് നക്ഷത്രങ്ങൾ തമ്മിൽ പൊരുത്തം ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ അച്ഛനെ ഇത് കൺവീൻസ് ചെയ്തു. അതായത് ഈ നക്ഷത്രങ്ങൾ തമ്മിൽ പ്രശ്നമില്ല എന്നും അതിന് ചില പദ്യങ്ങളും ഒക്കെ ചൊല്ലി അച്ഛനെ കൺവീൻസ് ചെയ്യിച്ചിട്ട് അനുവാദത്തോടു കൂടി കല്യാണം കഴിച്ച. മനസ്സിലായി? അപ്പൊ ജോത്സ്യൻ നോക്കിയോ? ഇങ്ങനെ നോക്കി? അങ്ങനെ നോക്കിയല്ല, പൊരുത്തം നോക്കി. പക്ഷെ അത് തമ്മിൽ ചേരത്തില്ലെന്ന് വന്നപ്പോ അതിന് ചില ഘടകങ്ങൾ കൊണ്ട് അത് വേണമെങ്കിൽ ചേർക്കാമെന്ന് ജ്യോതിഷ നിയമം അനുസരിച്ച് തന്നെ അച്ഛനെ കൺവീൻസ് ചെയ്തു. കാരണം അച്ഛനെ എതിർത്താൽ എനിക്കതൊരു വിഷമമാകും എന്നുള്ളത് കൊണ്ട്. ചേച്ചിയെ കൺവിൻസ് ചെയ്ത് എങ്ങനെയായിരുന്നു ജ്യോതിഷത്തിന്റെ കാര്യത്തില്? ഇത് തന്നെ ആക്ച്വലി അല്ല. അപ്പൊ ഈ നാടുകൾ തമ്മിൽ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊരു വിഷയമുണ്ട്. അപ്പൊ ഞാൻ പതുക്കെ പിൻവലിഞ്ഞായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ അച്ഛനും നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനെ മധ്യമരഞ്ജു ഉണ്ട്. പക്ഷെ എന്റെ അച്ഛൻ പുള്ളി കുറച്ചും കൂടെ ഒക്കെ എത്തി എന്തോ വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരാളും കുറച്ചും കൂടെ ഞങ്ങൾ രണ്ടും ജ്യോതിഷ കുടുംബമാണ് കേട്ടോ, പാരമ്പര്യമായി ജ്യോതിഷ കുടുംബമാണ്. അതെ. അപ്പം പക്ഷെ അച്ഛൻ പറഞ്ഞു നമുക്കിത് എന്തെങ്കിലും രീതി നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് നടത്താം എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിനകത്തൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ആവശ്യമില്ലാത്ത കുറച്ച് വിശ്വാസ്യത്തെ ആയതുകൊണ്ടൊക്കെ അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് വേണ്ടാന്ന് വെച്ചുകൂടെ ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനായി കേട്ടോ, ഭയങ്കര ടെൻഷൻ. അപ്പൊ ചേട്ടനൊന്ന് ജോലിസ് വെച്ച് നോക്കായിരുന്നില്ലേ ഇത് കിട്ടോ ഇല്ലയോ എന്നുള്ളത്? അല്ല, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് കിട്ടണം. അതിന് ജോലിച്ചൊന്നും ഞാൻ നോക്കത്തില്ല. പിന്നെ ഞാനൊരു കാര്യം, എന്റെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്താൽ പിന്നെ അതിൽ നിന്ന് പിന്മാറരുത്. ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന നമ്മൾ ഇന്ന് എന്താ കേൾക്കുന്നേ, ഈ ജ്യോതിഷത്തിന്റെ മറ പിടിച്ച്, യഥാർത്ഥ ജ്യോതിഷമല്ല, ചുമ്മാ അത് പറഞ്ഞുകൊണ്ട് ആളുകളെ തേക്കുക. എന്റെ പണ്ടത്തെ ഒരു എപ്പിസോഡിൽ പോലും വന്നത് എന്താ, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കാൻ നക്ഷത്രം ചേരുന്നില്ല എന്നൊന്ന് പറഞ്ഞേട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്തയച്ചു. അതൊരു തെറ്റായ രീതിയാണ്. നമ്മളൊരു പെൺകുട്ടി, ഞാൻ എന്റെ ഒരു കാര്യം പറയാം, ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്താൽ അതിന് അറ്റ് എനി കോസ്റ്റ്, നക്ഷത്രമാണെങ്കിലും ജാതകമാണെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ട് അത് പാലിക്കണം എന്നുള്ള എന്റെ ഒരു എത്തിക്സ് ആണ് ഞാൻ പാലിച്ചത്. പക്ഷേ ഇന്നത്തെ ഞാൻ കേൾക്കുന്നു കുറച്ചധികം വിശ്വാസമുള്ള ആളാണ് കൂട്ടത്തിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലേക്കൊക്കെ നോക്കിയപ്പോഴത്തേക്കും പതിവില്ലാത്ത സാധനങ്ങളൊക്കെ കയ്യിലൊക്കെ കിടക്കുന്നത്. ആമയുടെ മോതിരമൊക്കെ. അപ്പൊ ഇത് ഞാൻ എന്റെ പല വിശ്വാസികളായ സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മോതിരിട്ട ഭയങ്കര ഭാഗ്യമാണ് എന്നൊക്കെ. ഞാൻ ഇത് ജ്വല്ലറിയിൽ എങ്ങാണ്ട് പോയി കണ്ടപ്പോ അവിടെ ഇരിക്കുന്ന മോഡൽ കണ്ട് മേടിച്ചു, അല്ലാതെ ഇതിൽ ഭാഗ്യം കിട്ടും. സത്യത്തിൽ എനിക്ക് ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. പക്ഷെ അപ്പോഴും ആ വിശ്വാസമൊക്കെ അറിയില്ലായിരുന്നു, സത്യം പറയണം. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ ഇതിട്ട് പിന്നെയാണ് ഇത് ചൈനീസ് ഒരു ഇത് പ്രകാരമൊക്കെ ഇത് അവര് ഇടുന്നതൊക്കെയാണ് ഞാനിങ്ങനെ കേട്ടും വായിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിട്ടതിന് ശേഷം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടെന്നുള്ള സത്യം. അത് സമ്മതിക്കോ ഇല്ലയോ? അത് ചിലപ്പോ ഒരു ഈ പറഞ്ഞില്ലേ, ഇത് ഇട്ടതിന് ശേഷം ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇതിട്ടാൽ അല്ലെങ്കിൽ എവിടെങ്കിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവും.